കേസിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസറാണ്. Nice to meet you, sir. Nice to meet you, sir. Please sit down. Thank you. ഡോക്ടർ, ഈ അമർനാഥ് വർമ്മയെ കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല, സർ. ആ, ഞങ്ങളുടെ ഇനിഷ്യൽ ഒബ്സർവേഷൻ പ്രകാരം അദ്ദേഹത്തിനുണ്ടായ ഷോക്ക് കാരണം ഡിപ്രഷൻ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറയുന്നത്. നോ സർ, MRI റിപ്പോർട്ട് വരുന്നത് വരെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പറയും പോലെയാണെങ്കിൽ ഒരു വ്യക്തി സ്വയം കല ചെയ്തിട്ട് അവനെ തന്നെ ഭ്രാന്താണെന്ന് പറയാണോ? ദേ നോക്കൂ സർ, ഒരു മനുഷ്യൻ സ്വബോധത്തോടെ കൊല ചെയ്യുന്ന സമയത്ത് അയാൾ നോർമൽ ആയിരിക്കും. അതേ സമയത്ത് അയാൾ ദേഷ്യത്തോടെ കൊല ചെയ്യുകയാണെങ്കിൽ അയാളുടെ മനസ്സ് ഒരിക്കലും നോർമൽ ആയിരിക്കില്ല. I see. ആ സമയത്ത് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾ ഷോക്കായി പോകും. എക്സ്ക്യൂസ് മീ സർ, Yes? എമർജൻസി കോൾ Oh, പ്ലീസ് please. സർ. അവരിവിടെ വന്നതിന് ശേഷം അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? യെസ് സർ, വല്ലാത്ത മൗനത്തിലാണ്. കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു. I see. Can I meet him? ഷുവർ. യുവർ ഓണർ, അമർനാഥ് വർമ്മ ദിവസേന ഓരോ വാക്ക് മാറ്റി പറഞ്ഞ് കോർട്ടിന്റെ അന്വേഷണത്തെ കുഴപ്പിക്കുകയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നതെന്ന് നേരിൽ കണ്ടവർ സാക്ഷി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ശിക്ഷ നൽകണമെന്ന് ഞാൻ കോർട്ടിനോട് അപേക്ഷിക്കുന്നു. നുണയാണ് യുവർ ഓണർ. ഇവർ പറയുന്നതൊക്കെ നുണയാണ്. ഞാൻ എന്റെ ഭാര്യനെ കൊന്നിട്ടില്ല. ദയവീത് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ എന്റെ ഭാര്യയെ കൊന്നിട്ടില്ല. നോ യുവർ ഓണർ, വർമ്മ പറയുന്നതൊക്കെ നുണയാണ്. ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നശിപ്പിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഇദ്ദേഹം തന്നെ കൊന്നിരിക്കുന്നു. അതെ അതെ അതെ, ഞാൻ എന്റെ ഭാര്യയെ കൊന്നത്. അവൾ എന്റെ സ്വപ്നത്തിനെ തന്നെ നശിപ്പിച്ചു. അത് കാരണം ഞാൻ തന്നെ അവളെ കൊന്നത്. ഞാൻ തന്നെ അവളെ കൊന്നത്. ഞാൻ തന്നെയാ. ഇദ്ദേഹത്തിന്റെ മനസ്സ് ശരിയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ കോർട്ട് ഏൽക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാനസികമായി ചികിത്സ നൽകണമെന്ന് ഈ കോർട്ട് ഉത്തരവിടുന്നു. ഹലോ മിസ്റ്റർ വർമ്മ, സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ നന്നായി വരക്കുന്നു കേട്ടല്ലോ, സത്യാണോ? സിഗരറ്റ് ഉണ്ടോ? ഷുവർ. താങ്ക് യു. ഇനി പറയൂ, നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കും. ഞാൻ സ്ട്രൈറ്റ് ആൻസർ പറയാം. മനസ്സിലായോ? ഓക്കെ, സ്ട്രേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. നിങ്ങൾ നിങ്ങളെ ഭാര്യനെ കൊല ചെയ്തോ? ഉത്തരം പറയൂ മിസ്റ്റർ വർമ്മ. ഉത്തരം പറയും മിസ്റ്റർ വർമ്മ. ദാ നോക്ക്, ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയായിരുന്നാൽ ഇദ്ദേഹം നിങ്ങളെ ഒരു ഭ്രാന്തനാണെന്ന് കരുതും. മെന്റൽ. ഇയാൾ എന്നെ കൊലയാളി എന്ന് പറയുക, നിങ്ങൾ എന്നെ മെന്റൽ എന്ന് പറയുക. ഇയാളുടെ ടാലന്റ് ഞാൻ കൊലയാളി എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിരുന്നാൽ ഞാൻ ജയിലിലിരുന്നേനെ. ഇല്ല, നിങ്ങളുടെ ടാലന്റ് ഞാൻ മെന്റൽ എന്ന് കൺഫേം ആയാൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരിൽ ആര് ജയിച്ചാലും ചാവാൻ പോകുന്നത് ഞാനാ. ഞാൻ ഒരു കൊലയും ചെയ്തില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ വിട്ടേക്ക് മിസ്റ്റർ വർമ്മ. നോ 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 ഐഡിയ. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കൊലപാതകമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ചോയ്സ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണ്ട വേണ്ട, ഈ രണ്ടിനും എനിക്ക് ഒന്നും വേണ്ട. ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ട് എന്നെ ദയവ് ചെയ്ത് വിട്ടേരെ. വിട്ടേക്ക് വിട്ടേക്ക് പ്ലീസ്. ഞാൻ വേണ്ടി പോയിക്കോളാം പ്ലീസ്. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിയായിട്ട് കേട്ടിട്ടില്ല. ആദ്യം ഇദ്ദേഹം പറഞ്ഞത് എന്താ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. ഞാൻ കൊലയാളിയോ അല്ല, ഞാൻ മെന്റലും അല്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കൊരു മാർക്ക് വെക്കുവോ എങ്ങനെയെന്ന് പറഞ്ഞ്. നിങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആകരുത് മിസ്റ്റർ വർമ്മ.
മച്ച്. നിങ്ങളുടെ മനസ്സിപ്പോ ശരിയല്ല. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. നോക്കിയോ നിങ്ങൾ പിന്നെ എന്നെ മെന്റൽ ആരെങ്കിലും മുന്നോട്ട് വന്നാ എന്നെ വെടിവെക്കില്ലേ? Catch him. Come on. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയി നോക്കൂ. നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോയി നോക്കൂ സർ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകൂ. നിക്ക്. പറയുന്നതിലേക്ക് മുന്നോട്ട് വരല്ലേ? പറയുന്നതിലേക്ക് മുന്നോട്ട് വരല്ലേ? Shit. Inform the control room, railway station, അതുകൂടാതെ ബസ് സ്റ്റാൻഡ്. അവൻ എങ്ങനെയായാലും ഇവിടം വിട്ട് പോവാനേ പാടില്ല. അവൻ ബുദ്ധിശാലി മാത്രമല്ല, ബലമുള്ളവൻ കൂടിയാണ്. ഡു യു വൺ തിങ്, എല്ലാ പേപ്പറിലും TV മീഡിയയിലും ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ? യെസ് സർ. അവന്റെ മനോനില ശരിയല്ല. അവന്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. ഏത് സിറ്റുവേഷനിൽ ആരെ വേണമെങ്കിലും വെടിവെച്ചേക്കാം. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ സർ. അവന്റെ ഫോട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ആൻഡ് ഡെപ്യൂട്ട് ദ പോലീസ് ഇവൻ ടു ദ എയർപോർട്ട്. ഓക്കെ സർ. ഗുഡ്. യെസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രശസ്ത കലാകാരനായ ഈ ഫോട്ടോയിൽ കാണുന്ന അമർനാഥ് വർമ്മയെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അവരുടെ ഭാര്യയെ കൊന്നതെന്ന് സംശയിക്കുന്നു. ഇവർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ അമർനാഥ് വർമ്മ നിയമപരമായി കുറ്റാരോപിതനാണെങ്കിലും ഇവർ മാനസികമായി വളരെ തകർന്നിരുന്നു. ഇവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അധികാരികൾ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ കുറ്റവാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് പോലീസുകാർ അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതുമാത്രമല്ലാതെ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. നിങ്ങൾ ആ ടിവിയിലുള്ള
അതെ അതെ ഞാനാ ടി വിയിൽ. എന്നൊന്നും ചെയ്യല്ലേ, ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. എന്നൊന്നും ചെയ്യല്ലേ, ചെയ്യല്ലേ. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇതേമാതിരിയാ ദിവസം ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന. ആരും എന്നെ വിശ്വസിച്ചിട്ടില്ല. നീ പറയുന്ന എന്തിനാ ഞാൻ കേൾക്കുന്നത്? നീ പറയുന്ന എന്തിനാ ഞാൻ കേൾക്കുന്നത്? വീട്ടിലാരെങ്കിലും ഉണ്ടോ? ആരുള്ള വീട്ടില്? ഞാൻ എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. വിളിക്ക് വിളിക്ക്, നിന്റെ ഹസ്ബൻഡിനെ വിളിക്ക്. വിളിക്ക് അത് ഇവിടെ ഇല്ല. വിളിക്ക് വിളിക്ക്. ഏട്ടാ, ഏട്ടാ. പേര് പറഞ്ഞു വിളിക്ക്, പേര് പറഞ്ഞു വിളിക്ക്. ജഗദീഷ്, ജഗദീഷ്. എന്തിയെ എന്തിയെ? ആരും വരുന്നില്ലല്ലോ, ആരും വരുന്നില്ല. എന്തിയെ? അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വാ